തമിഴ്നാട്ടിൽ അങ്ങനെ 50 വർഷം നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് കന്നി അംഗത്തിലൂടെ മിന്നുന്ന ജയവും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കാനുള്ള ജനവിധി ഏറ്റെടുത്തിരിക്കുന്നത്. ആ സംവിധാന അവകാശം കൃത്യമായി വിജയുടെ കൈകളിലേക്ക് ജനം നൽകിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. 118 സീറ്റുകൾ കേവല ഭൂരിപക്ഷം നിലനിൽക്കെ 110 സീറ്റുകളുമായി തന്നെയാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. 60 സീറ്റുകളുമായി DMK മൂന്നാം സ്ഥാനത്ത്, 66 സീറ്റുമായി AADMK തൊട്ടു പിന്നിലായിട്ടുണ്ട്. എന്തായിരുന്നാലും അണ്ണാ DMKയും അതുപോലെ തന്നെ TVKയും ചേർന്നുകൊണ്ടൊരു സഖ്യം രൂപീകരിച്ച് സംസ്ഥാനം ഭരിക്കുമെന്ന ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ പാർട്ടി തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാർട്ടി അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു 70ഓളം സീറ്റുകൾ തങ്ങൾക്ക് നേരത്തെ ലഭ്യമായതാണ്, തങ്ങൾ സ്വന്തമായി തന്നെ സംസ്ഥാനം ഭരിക്കും, ഒറ്റകക്ഷി എന്ന നിലയിൽ നിൽക്കുമെന്നൊക്കെയുള്ള ചില വാദങ്ങൾ നേരത്തെ ഉയർത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സാധ്യമല്ല എന്നുള്ളത് ഈ നിമിഷം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 110 സീറ്റുകൾ, ഇനി കേവലം 8 സീറ്റുകൾ മാത്രം TVKയ്ക്ക് സ്വന്തമായാൽ മതി. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതാണ്, സ്വതന്ത്ര കക്ഷികളായി നിൽക്കുന്നവരിൽ നിന്നും ചിലരെ അടർത്തിയെടുക്കാനായി സാധിച്ചു കഴിഞ്ഞാൽ, കേവലം 8 പേരെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, ഇനി വരും മണിക്കൂറുകളിൽ സീറ്റിൽ വർധനവുണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വിജയിക്കും അസാധ്യമായ രീതിയിൽ മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസോർട്ട് രാഷ്ട്രീയം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന, UP അല്ല ഇത് തമിഴ്നാടാണ്, എന്നിരുന്നാൽ പോലും അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. തൻ്റെ പാർട്ടിക്കുള്ളിലുള്ള പല MLA-മാരെയും റാഞ്ചി എടുത്തുകൊണ്ടുപോകാനായി DMK പല തന്ത്രങ്ങൾ മെനയുന്നു എന്ന സൂചന നേരത്തെ തന്നെ വിജയ്ക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇനി ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങളും വിജയ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2500 വോട്ടിലധികമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉദയനിധി സ്റ്റാലിനും മത്സരിച്ച മണ്ഡലങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ്, പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണുള്ളത്. എന്തായിരുന്നാലും DMK ആസ്ഥാനത്ത് ഒരു ശ്മശാനമുഖത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ചെന്നൈയിലടക്കം അവർ പന്തലുകൾ ഉയർത്തി കെട്ടിയെങ്കിൽ ഉച്ച അടുക്കുന്നതിന് മുന്നേ തന്നെ ആ പന്തലുകൾ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ വിജയ് ഇഫക്റ്റ് അത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ പോയിരുന്നു ഇരു മുന്നണികൾക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭരണം ഇനി ജനങ്ങൾക്ക് ആവശ്യമില്ല, തമിഴർക്ക് ഇതിൻ്റെ ആവശ്യകതയില്ല എന്നുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് വിജയ് മുന്നോട്ട് പോകുന്നത്. DMK ആയിരുന്നാലും AADMK ആയിരുന്നാലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് കാറ്റടിക്കുന്നതനുസരിച്ച് ഭരണം മാറി മാറി വരുന്നതല്ലാതെ സംസ്ഥാനത്ത് മറ്റൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഭരണം ഇനി വേണ്ട എന്ന് ജനം തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡുകളൊക്കെ DMKയെ ഓവർടേക്ക് ചെയ്ത് ബഹുദൂരം പോകുന്ന വിജയുടെ ഈ കുതിപ്പ് അത് പ്രവചിക്കാൻ ഒരു എക്സിറ്റ് പോൾ സർവേകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്സിസ് മൈൻഡ് മാത്രമാണ് വിജയ്ക്ക് 110 സീറ്റുകൾ വരെ, 92 മുതൽ 110 സീറ്റ് വരെ, അതായത് ഇപ്പോൾ വിജയ്ക്ക് ലഭ്യമായിരിക്കുന്ന TVKയ്ക്ക് ലഭ്യമായിരിക്കുന്ന ഈ സീറ്റ് പ്രവചിക്കാൻ കഴിഞ്ഞത് ആക്സിസ് മൈൻഡിക്ക് മാത്രമായിരുന്നു. മറ്റുള്ളവരൊക്കെ തന്നെ 18 മുതൽ 24 വരെ സീറ്റായിരുന്നു ഏകദേശം ശരാശരി പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. 30-ന് മുകളിൽ ഒരു സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ആക്സിസ് മൈൻഡ് മാത്രമായിരുന്നു. അതേപടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ DMKയുടെയും AADMKയുടെയും ഒക്കെ തന്നെ പ്രവചനം ആക്സിസ് മൈൻഡിലും വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 60-66 എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സമനില എന്ന നിലയിലൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ വിജയ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 234 സീറ്റിൽ 118 സ്വന്തമാക്കുമെന്ന സൂചനകൾ തന്നെയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏറെ ആഹ്ലാദ പ്രകടനങ്ങൾ തമിഴ്നാട്ടിൽ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. വിജയുടെ വീടിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിജയുടെ വീട്ടിൽ വിസിലടിച്ചുകൊണ്ട് ഈ ആഘോഷം പങ്കുവയ്ക്കുകയാണ് വിജയുടെ അമ്മയടക്കമുള്ള ബന്ധുക്കളൊക്കെ തന്നെ. അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. TVKയുടെ ആസ്ഥാനത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ. ഇതോടൊപ്പം ഏറെ നമുക്കറിയാവുന്നതാണ്, വിജയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ, റൂമറുകൾ ഇതൊക്കെ തന്നെ പ്രചരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ വിള്ളലൊക്കെ തന്നെ വലിയ തോതിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആയുധമായി എതിരാളികൾ ഉപയോഗിച്ചതായിരുന്നു. അതോടൊപ്പം ഇന്ന് വിജയെ സംബന്ധിച്ച് ഇരട്ടി മധുരമെന്ന രീതിയിൽ പല റൂമറുകൾ, പ്രചരണങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ തൃഷ ചെന്നൈയിൽ വിജയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും തൃഷയുടെ പിറന്നാൾ കൂടിയായ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിജയം അത് വലിയ തോതിൽ തന്നെ തൃഷയും ആഘോഷിക്കുന്നുണ്ട്, പ്രവർത്തകരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ കൂടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും തമിഴ്നാട്ടിലെ ഈ വിജയം അത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്നുള്ള വ്യക്തമായൊരു സൂചന ഏവരും പങ്കുവയ്ക്കുന്നതായിരുന്നു. ജനങ്ങൾ പോലും ഇത്തരത്തിൽ മാറി ചിന്തിക്കുമെന്ന കാര്യം ഒരു തരത്തിലും മുൻകൂട്ടി കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇത്തവണ
തിരഞ്ഞെടുപ്പിൽ ഒരു പാളിച്ച സംഭവിച്ചത്. സാധാരണഗതിയിൽ ഇരു പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഗോതയായിരുന്നെങ്കിൽ ഇത്തവണ കടുത്ത ത്രികോണ പോരാട്ടമായിരുന്നു. അതിൽ ബഹുദൂരം മുന്നിലേക്ക് ടി.വി.കെക്ക് സഞ്ചരിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ വെല്ലുവിളി ഉയർത്തിയത് DMKക്ക് BJPയും ADMKയും ചേർന്നുള്ള സഖ്യം തന്നെയായിരുന്നു. ഇത്തവണ വലിയ തോതിൽ കരുനീക്കി വിജയങ്ങൾ എങ്ങനെ തകർത്തെറിയാം, അതുപോലെ തന്നെ DMKയുടെ വിജയസാധ്യത എങ്ങനെ ഇല്ലാതാക്കാം, അതിനുള്ള തന്ത്രങ്ങൾ നേരത്തെ മനഞ്ഞിരുന്നു. ഒരുപക്ഷെ ADMK നേരത്തെ വിജയുമായൊരു സഖ്യത്തിൽ ഏർപ്പെടാൻ ചില സൂചനകൾ നൽകിയിരുന്നുവെങ്കിൽ പോലും വിജയെ കുറച്ച് കണ്ടു എന്നുള്ള ഒരു തെറ്റിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിൽ നീങ്ങിപ്പോകുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാമായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. വിജയ് ഇത്ര വലിയൊരു കുതിപ്പ് അത് രജനീകാന്തിനും വിജയകാന്തിനും ഒന്നും തന്നെ സാധിക്കാത്ത MGR മാത്രം പയറ്റി വിജയിച്ചിട്ടുള്ള ആ ഒരു തന്ത്രം അത് വിജയിലൂടെ തന്നെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാം MGR എന്ന രീതിയിൽ വിജയുടെ ഈ ട്രെൻഡിനെ ഏവരും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.